ലാലേട്ടൻ വന്ന ദിവസം പവർ ടീമിന്റെ പവർ പരീക്ഷിക്കാനും അവരുടെ ഒത്തൊരുമ പരീക്ഷിക്കാനും അവർ വീട്ടിൽ നന്നായി പവർ ഉപയോഗിച്ചിരുന്നോ എന്നൊക്കെ അറിയാൻ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ഒരു ചെറിയ കോടതിയും പ്രതിക്കൂട്ടിൽ പവർ അംഗങ്ങളായിട്ടുള്ള ജിൻഡോ ആൻഡ് റാസ്മിൻ. ആദ്യം വന്നത് ഗബ്രി കുറേ ചോദ്യങ്ങൾ മാറി മാറി പവർ ടീം അംഗങ്ങളോട് ചോദിച്ചു. അതിനൊന്നും നേരാവണ്ണമുള്ള മറുപടി കൊടുക്കാൻ റാസ്മിനും ജിൻഡോയ്ക്കും കഴിയുന്നില്ല. പിന്നെ നോറയുടെ ടേണായി. നോറ അസലായി തന്നെ ആ ടാസ്ക് ഉപയോഗിച്ചു. കൃത്യമായാണ് ചോദ്യം ചെയ്തത്. അതിനെല്ലാം ഉത്തരമുട്ടി ജിൻഡോയും റാസ്മിനും. ജിൻഡോ റൂൾ ഇറക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചറിയിക്കും. പിന്നീട് അത് ജിൻഡോയുടെ ഇഷ്ടത്തിന് തന്നെ ആ റൂൾസ് ഒക്കെ പിൻവലിക്കുന്നത് ചിലപ്പോൾ ആരും തന്നെ അറിഞ്ഞു കാണില്ല. ചുമ്മാ പവർ ദുരുപയോഗം ചെയ്യുക. ബിഗ് ബോസ് ഹൗസിൽ പവർ ടീം എന്ന് വെച്ചാൽ ക്യാപ്റ്റനേക്കാൾ അധികാരം ഉള്ള വ്യക്തികളാണ്. എന്നിട്ട് ആ പവർ നേരാവണ്ണം യൂസ് ചെയ്യുന്നുണ്ടോ? കുട്ടികളെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പവർ യൂസ് ചെയ്ത് അതിന്റെ വില കളയുന്നു. സത്യം പറഞ്ഞാൽ ജിൻഡോയും റാസ്മിനും പവർ ടീമിൽ നിന്നും മാറിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. സിജോ റോക്കി തമ്മിലുള്ള അടി പോലും പവർ ടീമിന്റെ അനാസ്ഥ മൂലം ഉണ്ടായതാണ്. അവർ വേണ്ട സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ റോക്കി ഇപ്പോൾ പുറത്തു പോവുകയുമില്ല, സിജോയ്ക്ക് ഇത്ര വലിയ അപകടം സംഭവിക്കുകയുമില്ലായിരുന്നു. ശരിയല്ലേ? നിങ്ങൾ ഈ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.